നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മദ്യപാനം പാപമാണെന്ന് സർവ്വമതങ്ങളും പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കാൻ ആർക്കുമാകില്ല എന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ്. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന മദ്യവിരുദ്ധ സത്യാഗ്രഹത്തിന്റെ 300-ാം ദിവസത്തെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. CPIM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായിരുന്ന ആർ മുരളീധരൻ നായരുടെ 15ാമത് വാർഷികാനുസ്മരണവും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസറാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായുള്ള കമനീയ വസ്ത്രശേഖരവുമായി ദി വെസ്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. വണ്ടാനം TD മെഡിക്കൽ കോളേജിന് എതിർവശമാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചിസറാം MLA ദി വെസ്കോട്ടിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ആലപ്പുഴ തിരുവമ്പാടി ഗവൺമെന്റ് UP സ്കൂളിലെ വർണ്ണക്കൂടാരം കുട്ടികൾക്കായി തുറന്നു നൽകി. SSAയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം അമ്പലപ്പുഴ MLA ചിസറാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മദ്യപാനം പാപമാണെന്ന് സർവ്വമതങ്ങളും പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കാൻ ആർക്കുമാകില്ല എന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന മദ്യവിരുദ്ധ സത്യാഗ്രഹത്തിന്റെ 300-ാം ദിവസത്തെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യപാനം പാപമാണെന്ന് സർവ്വമതങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കാൻ ആർക്കുമാകില്ല എന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് അഭിപ്രായപ്പെട്ടു. കള്ളും വേണ്ട, കഞ്ചാവും വേണ്ട, ജീവിതമാണ് മക്കളെ ലഹരി എന്ന സന്ദേശവുമായി ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സംഗമത്തിന്റെ 300-ാം ദിവസത്തോടനുബന്ധിച്ച് നടത്തിയ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ബ്രഹ്മഹത്യയ്ക്ക് തുല്യമാണ് മദ്യപാനമെന്ന് മഹാഭാരതം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈശ്വരനെതിരെയുള്ള ഒരു പ്രവർത്തനമാണെന്ന് മഹാഭാരതം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഹൈന്ദവരായ ആളുകൾക്ക് ഇതിനോട് സഹകരിക്കാനാവില്ല. ഈ മദ്യത്തോടും അതുപോലെയുള്ള ലഹരികളോടുമൊന്നും സഹകരിക്കാനാവില്ല. മദ്യം അറമാണ്, നിഷിദ്ധമാണ് എന്ന് ഖുർആൻ അനുശാസിക്കുമ്പോൾ ഒരു മുസ്ലിം സഹോദരനും ഇതിനോട് സഹകരിക്കാനാവില്ല. മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്നും സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുവാൻ നടത്തി. സമരസമിതി ചെയർമാൻ BR കൈമൾ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻ വീട്ടിൽ, ഡോക്ടർ രവീന്ദ്രൻ കോഴിക്കോട്, ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, അഡ്വക്കേറ്റ് സുജാത വർമ്മ മലപ്പുറം, പ്രൊഫസർ OJ ചിന്നമ്മ കോഴിക്കോട്, ഈഴാച്ചേരി പത്മിനി, ലതാ കൈമൾ കരുമാടി, ഹാജറ BV, മേഴ്സി ജോയ്, HU വൈസ്, ME ഉത്തമക്കുറുപ്പ്, രാജു പള്ളിപ്പറമ്പിൽ, ഷിബു സോമനാഥ്, AV ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സമരസമിതി ഉപാധ്യക്ഷൻ G രാധാകൃഷ്ണൻ യോഗത്തിന് സ്വാഗതവും സമരസമിതി കൺവീനർ ഉമ്മൻ J മേടാരം നന്ദിയും പറഞ്ഞു. CPIM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായിരുന്ന ആർ മുരളീധരൻ നായരുടെ 15ാമത് വാർഷികാനുസ്മരണവും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ചിസറാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായിരുന്ന ആർ മുരളീധരൻ നായരുടെ 15ാമത് വാർഷികാനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ചിസറാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, കഴിഞ്ഞ വർഷവും ഇവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന് അനുസ്മരണം നടത്തിയത്. അങ്ങനെയാണ് ഈ ഓഫീസ് ഇവിടെ നിർമ്മിക്കാനൊരു പ്രധാനപ്പെട്ട കാരണമായി തീർന്നത്. അദ്ദേഹത്തിന്റെ സ്മരണ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഓഫീസ്, അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ടാണ് ഈ ഓഫീസ് നമ്മൾ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മളെന്ന് ജീവിക്കുന്ന ഒരു കാലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായി നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് കാണുകയും അതറിഞ്ഞ് മുന്നോട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആർക്ക് വേണ്ടിയാണ് ഒരു പ്രസ്ഥാന സമൂഹത്തിൽ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചുറ്റും കാണുമ്പോൾ ഒരുപാട് പാർട്ടി നമ്മുടെ നാട്ടിൽ കാണും. പക്ഷെ നിസ്വാർത്ഥമായി ഒരു ജനതയ്ക്ക് വേണ്ടിയും ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടിയുമാണ് തൊഴിലാളി വർഗത്തിൻ്റെതായി ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുകയും ആ പാർട്ടി മുന്നോട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിൽ ഓരോ കാലത്തും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി നമുക്ക് കാണാം. ഇപ്പോൾ പഞ്ചായത്ത് ഭരണം കിട്ടിയാൽ, ഒരു സംസ്ഥാനത്ത് അധികാരം കിട്ടിയാൽ
അതെല്ലാം ഉപയോഗിച്ചിട്ട് ആ ഭരണാധികാരത്തെ കൂടി ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുക, അവർക്ക് വേണ്ടിയുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. അങ്ങനെയാണ് CPIM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിലെ മുരളീധരൻ നായർ സ്മാരക മന്ദിരത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ PU ശാന്താറാം അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി C ഷാംജി, അംഗം K മോഹൻകുമാർ, CITU ഏരിയ സെക്രട്ടറി J ജയകുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R അശോക് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. പഠനോപകരണ വിതരണവും ചടങ്ങിൽ നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായുള്ള കമനീയ വസ്ത്രശേഖരവുമായി ദി വെസ്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. വണ്ടാനം TD മെഡിക്കൽ കോളേജിന് എതിർവശമാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. H ഇസ്ലാം MLA ദി വെസ്കോട്ടിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നടത്തി. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കമനീയ വസ്ത്രശേഖരവുമായി ദി വെസ്കോട്ട് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. വണ്ടാനം TD മെഡിക്കൽ കോളേജിന് എതിർവശം ആരംഭിച്ച വസ്ത്ര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H സലാം നിർവഹിച്ചു. എന്ന പേരിലുള്ള ഈ സ്ഥാപനം നമ്മുടെ ഈ വണ്ടാനത്ത് നിശ്ചയമായും വളരെ മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷ നമുക്കെല്ലാം നിശ്ചയമായിട്ടുമുണ്ട്. നമ്മുടെ ഈ ജംഗ്ഷനിൽ ഇതുപോലെ ഒരു ഷോറൂം ആദ്യമായിട്ടാണ്. മറ്റ് ഈ തരത്തിലേക്കുള്ള ഷോറൂം നമ്മുടെ വണ്ടാനം ജംഗ്ഷനിൽ ഇങ്ങനെ ഇല്ല, മറ്റു സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയില്ല. നിശ്ചയമായി ഏറ്റവും മനോഹരമായി ഭംഗിയായി ഇത് വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, ദി വെസ്കോട്ട് മാനേജിംഗ് ഡയറക്ടർ B ദേവു, B ഗാഥ, സന്തോഷ് കുമാർ, ബിന്ദു സന്തോഷ് കുമാർ, Y സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തെ തുടർന്ന് സ്ഥാപനത്തിലെ ആദ്യ വിൽപ്പനയും H ഇസ്ലാം MLA നടത്തി. ഫോർമൽ പാൻസ്, ക്രോപ്പ് ടോപ്പ്, ക്രോപ്പ് ഷർട്ട്, ട്യൂണിക് ടോപ്പ്, ടീഷർട്ട്, കോട്ട് സെറ്റ്, ഗേൾസ് കിഡ്സ് വെയേഴ്സ് അടക്കം ഒരു കുടക്കീഴിലാക്കിയാണ് ദി വെസ്കോട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ തിരുവമ്പാടി ഗവൺമെന്റ് UP സ്കൂളിലെ വർണ്ണക്കൂടാരം കുട്ടികൾക്കായി തുറന്നു നൽകി. SSAയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. കുരുന്നുകൾക്ക് ആട്ടവും പാട്ടും കളിചിരിമേളവും ഒരുക്കാൻ വർണ്ണക്കൂടാരം ഒരുങ്ങി. തിരുവമ്പാടി ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിലാണ് കുരുന്നുകൾക്ക് ആർത്തുല്ലസിക്കാൻ SSAയുടെ 10 ലക്ഷം രൂപ ചെലവിൽ വർണ്ണക്കൂടാരം ഒരുക്കിയത്. പൂമ്പാറ്റകളെയും കിളികളെയും മാടി വിളിക്കാൻ പാകത്തിൽ ഹരിതോദ്യാനം തീർത്ത വർണ്ണക്കൂടാരത്തിൽ വെള്ളച്ചാട്ടവും ഏറുമാടവും കുളവും ഇരുകരകളെ ബന്ധിപ്പിക്കും. ഇതിനപ്പുറം ക്ലാസ് മുറികളിലായി ഒരുക്കിയ അകം കളിയിടവും ശാസ്ത്രീയ ഇടവും സംഗീത ഇടവും നിർമ്മാണ ഇടവും കുഞ്ഞരങ്ങും ആട്ടവും പാട്ടുമൊക്കെയായി ഇനി മുതൽ കുഞ്ഞു മനസ്സുകൾ ഒന്നിച്ചൊന്നായി മുന്നേറും. അമ്പലപ്പുഴ MLA H സലാം വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ R വിനീത, MR പ്രേം, AS കവിത, കൗൺസിലർമാരായ C അരവിന്ദാക്ഷൻ, R രമേശ്, പ്രജിത കണ്ണൻ, മനീഷ, സജേഷ് ചാക്കുപറമ്പൻ, BRC കോർഡിനേറ്റർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപിക മിനി മുഹമ്മദ് അലി, PTA പ്രസിഡന്റ് ഉദയൻ, അജയ് സുധീന്ദ്രൻ, J വിനോദ് കുമാർ, VN വിജയകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കർഷക തൊഴിലാളികൾക്കായി സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. R അനിൽകുമാർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളികൾക്കായി സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരിക, സ്വകാര്യ വിഭാഗങ്ങളിൽ SC ST OBC വിഭാഗങ്ങൾക്ക് സംവരണം കൊണ്ടുവരിക, ജാതി സെൻസസ് നടത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 700 രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. BKMUവിന്റെ നേതൃത്വത്തിൽ ജൂൺ 10 ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്.
PKMU സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തീരുമാനിക്കുന്ന വേതനമാണ്, സേവനമാണ്. എത്ര മണിക്കൂർ പണിയെടുക്കണമെന്നില്ല, പണിയെടുത്താൽ എന്ത് കൂലി കൊടുക്കണമെന്നില്ല. അത്ര ഒരു നിലപാടാണ് രാജ്യത്തുള്ളത്. ആ ഭൂപ്രഭുക്കന്മാരെ താലോലിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് ഭരണകൂടങ്ങൾ നിലവിൽ വരുന്നത്. അവർ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായി മാറിയിട്ടുണ്ട്. അവർ നിശ്ചയിക്കുന്ന പാർലമെന്റുകൾ ജയിക്കുക, അവർ ജയിക്കുന്ന നിയമസഭകൾ ജയിക്കുക, അവർ തീരുമാനിക്കപ്പെടുന്ന ഒരു നഗരസഭയിലും ഭരണാധികാരികളാകുക, പഞ്ചായത്തിൽ ഭരണാധികാരികളാകുക. അങ്ങനെ പണം കൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയം വിലക്ക് വാങ്ങുന്ന, അധികാരം വിലക്ക് വാങ്ങുന്ന ഒരു രാജ്യം കൂടി ആയിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് നിയമപരമായി തന്നെ കർഷകത്തൊഴിലാളികൾക്ക് പരീക്ഷ കിട്ടണമെങ്കിൽ രാജ്യത്താകമാനം ഒരു പൊതു നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത്. PKMU ആലപ്പുഴ ജില്ലാ ട്രഷറർ വി മോഹനൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി A ആബിദ് സ്വാഗതം പറഞ്ഞു. VP ചിദംബരം, PK ബൈജു, സുശീല ചന്ദ്രൻ, KD വേണു, TG അശോകൻ, TC സോമിനി, T തങ്കച്ചൻ, R വെങ്കടേഷ്, P സതീശൻ, ക്ലാരമ്മ പീറ്റർ എന്നിവർ സംസാരിച്ചു. 200 തൊഴിൽ ദിനങ്ങൾ നൽകുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപയാക്കുക, ഭൂരഹിതർക്ക് ഭൂമിയും വീടും നൽകുക എന്നീ മുദ്രാവാക്യങ്ങളും മാർച്ചിലും ധർണയിലും ഭാരവാഹികൾ ഉന്നയിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള കാലതാമസത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമസമിതിയുടെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള കാലതാമസത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമസമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ കോടതി പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPIM ആലപ്പുഴ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അജയ് സുധീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെട്ട സാഹചര്യം കേരളത്തിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഉൾപ്പെടെ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിന്, വർണ്ണത്തിന്റെ പേരിൽ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളിയിട്ടിരുന്ന ഒരു വിഭാഗത്തിന് പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയത്തക്ക നിലയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണം ഉൾപ്പെടെയുള്ള സംവിധാനം കേരള സംസ്ഥാനത്ത് ഉൾപ്പെടെ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ആ സംവരണം നടപ്പാക്കുമ്പോൾ എത്ര വർഷത്തേക്കാണോ ആലോചിച്ചിരുന്നത്? പട്ടികജാതി ക്ഷേമ സമിതി ചെയർമാൻ VS ചന്ദ്രശേഖരൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ D അപ്പുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. P രഘുനാഥ്, NK വേലപ്പൻ, സീതാലക്ഷ്മി, A രമണൻ, ബീന രമേശ് എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ ട്രഷറർ R ബാബു നന്ദി പറഞ്ഞു. പട്ടികജാതി വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിനാവശ്യമായ ജാതി സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികൾ അനാവശ്യ തടസ്സവാദങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യപാനം പാപമാണെന്ന് സർവ്വമതങ്ങളും പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കാൻ ആർക്കുമാകില്ല എന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന മദ്യവിരുദ്ധ സത്യാഗ്രഹത്തിന്റെ 300ാം ദിവസത്തെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. CPIM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായിരുന്ന R മുരളീധരൻ നായരുടെ 15ാമത് വാർഷികാനുസ്മരണവും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായുള്ള കമനീയ വസ്ത്രശേഖരവുമായി ദി വെസ്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. വണ്ടാനം KD മെഡിക്കൽ കോളേജിന് എതിർവശമാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചിസലാം MLA ദി വെസ്കോട്ടിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ആലപ്പുഴ തിരുവമ്പാടി ഗവൺമെന്റ് UP സ്കൂളിലെ വർണ്ണക്കൂടാരം കുട്ടികൾക്കായി തുറന്നു നൽകി. SSAയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം അമ്പലപ്പുഴ MLA ചിസലാം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.